CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുത്തൻ യൂണിഫോം ധരിച്ച് സ്കൂളിലെത്തിയ കുട്ടികളെ കാത്ത് ഇത്തവണ മഴയെത്തിയില്ല. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ലഹരി തടയുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠന വിഷയമാക്കുമെന്ന് സർക്കാർ. അപൂർവങ്ങളിൽ അപൂർവം, ഒറ്റപ്രസവത്തിൽ പിറന്ന 4 കൺമണികൾ ക്ലാസ് മുറികളിലേക്ക്. ചളവറ കുന്നത്ത് മുഹമ്മദ് മുസ്തഫ മുബീന ദമ്പതികളുടെ 4 ആൺമക്കളാണ് ഒരേ ദിവസം സ്കൂളിലും പോകാൻ തയ്യാറെടുക്കുന്നത്. അധ്യയന വർഷം തുടങ്ങും മുൻപുള്ള സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക പരിശോധനയിൽ ഒറ്റപ്പാലം താലൂക്കിൽ സർവീസ് നടത്താൻ അനുമതി ലഭിച്ചത് 175 ബസ്സുകൾക്ക്. 39 ബസ്സുകളിൽ ന്യൂനത കണ്ടെത്തി തിരിച്ചയച്ചു. പാലപ്പുറം ചിനക്കത്തൂർക്കാവ് മൈതാനിയിലും ചെറുപ്പുളശ്ശേരിയിലുമാണ് പരിശോധന നടത്തിയത്. ചെറുപ്പുളശ്ശേരി ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ നടന്നു. നവീകരിച്ച ലാബ്, AI റോബോട്ട് ടീച്ചർ, ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉത്സവാന്തരീക്ഷത്തിലാണ് കുറ്റാനശ്ശേരി AUP സ്കൂളിൽ ചെറുപ്പുളശ്ശേരി ഉപജില്ലാതല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വാദ്യഘോഷങ്ങളും കാർട്ടൂൺ കഥാപാത്രങ്ങളും പ്രവേശനോത്സവത്തെ വർണ്ണാഭമാക്കി. ഈ സ്കൂളിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പം സ്വാഗതം പറഞ്ഞ കൂടെ ഹെഡ് ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി. LSS USS കിട്ടിയവരുടെ എണ്ണം ഓരോ സ്കൂളുകളുടെയും നിലവാരം നോക്കുമ്പോൾ ഈ LSS USSന്റെ ഫലപ്രഖ്യാപനം വരുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പുകളെ ഒക്കെ കാണാറുണ്ട്. AI റോബോട്ടിന്റെയും ഉറുദു കോർണറിന്റെയും ഉദ്ഘാടനം ചെറുപ്പുളശ്ശേരി AEO E രാജൻ നിർവഹിച്ചു. റോബോട്ട് സംവിധാനമുള്ള ചെറുപ്പുളശ്ശേരി ഉപജില്ലയിലെ ഏക വിദ്യാലയമാണ് കുറ്റാനശ്ശേരി AUP സ്കൂൾ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിന് കൂടി പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഈ ഉപജില്ലയിൽ കുറ്റാനശ്ശേരി സ്കൂളിൽ മാത്രമാണ് ഇന്ന് AI ടീച്ചർ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അധ്യാപിക ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കുറ്റാനശ്ശേരി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെമ്പാടും ഇന്ന് പ്രവേശനോത്സവങ്ങൾ നടക്കുകയാണ്, ഉത്സവങ്ങളാണ്. പ്രവേശനോത്സവം മുതൽ പഠനോത്സവം വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഉത്സവങ്ങളുടെ ഘോഷയാത്രയാണ് പഠനം. നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം ചെറുപ്പുളശ്ശേരി BPC MP പ്രിയേഷും നവീകരിച്ച സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫും നിർവഹിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മുഖ്യാതിഥിയായി. ഇതൊക്കെ എൻ്റെയും കൂടി ചുമതലയാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ മഹൽ വിദ്യാലയത്തിനും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും പുതുതായി പ്രവേശനം നേടിയ പിഞ്ചുകുട്ടികൾക്കും
എല്ലാവിധ നന്മകളും ഉയർച്ചകളും ആത്മാർത്ഥമായി നേരുന്നു. നിങ്ങളോടൊപ്പം, നിങ്ങളുടെ മാനേജരോടൊപ്പം, ഇതിൻ്റെ സംഘാടകരോടൊപ്പം, ഈ വിദ്യാലയത്തിലെ എല്ലാവരുടെയും ഒപ്പം ഞാനും കൂടി ഉണ്ടായിരിക്കും എന്ന് ഒന്നുകൂടി പറയുകയാണ്. ചടങ്ങിൽ സംസ്ഥാന തലത്തിൽ ഉറുദു ടാലന്റ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉദ്ഘാടന ചടങ്ങിന് പ്രധാനാധ്യാപിക രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി അധ്യക്ഷയായി. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു, സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം, PTA പ്രസിഡന്റ് ഷഹീർ അലി, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്വർഗീയനാഥമേ പ്രണാമം പ്രണാമം ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ ആദിമവചനത്തിൻ ശംഖുലിനാദത്തിൽ ആദ്യമുണർന്നു ഈ ഉലകം. സത്യസനാതനനാദതരംഗത്തിൽ ആകാശഗോളങ്ങൾ. CCN പെരിന്തൽമണ്ണ. സ്കൂളിൽ ടർഫ് നിർമ്മിച്ചു നൽകും. പ്രവേശനോത്സവത്തിൽ GMUP സ്കൂളിന് നഗരസഭയുടെ ഇരട്ടി മധുരം. മണ്ണാർക്കാട് മുനിസിപ്പൽ തല പ്രവേശനോത്സവം GMUP സ്കൂളിൽ നടന്നു. പുത്തൻ യൂണിഫോം ധരിച്ച് സ്കൂളിലെത്തിയ കുട്ടികളെ കാത്ത് ഇത്തവണ മഴയെത്തിയില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. വേനൽക്കാലത്തെ അവധി ആഘോഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തി. ഉയർന്ന ക്ലാസ്സിലേക്ക് മാറിയതിന്റെ ആകാംക്ഷയിലാണ് പല കുട്ടികളും. അവരുടെ കൈപിടിച്ച് കൊച്ചു സഹോദരങ്ങളും ആദ്യമായി സ്കൂൾ വരാന്തകളിൽ കാലെടുത്തു വച്ചു. നവാഗതരെ കാത്ത് മണ്ണാർക്കാട് GMUP സ്കൂളിൽ വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ അധികൃതർ നവാഗതരെ വരവേറ്റു. കുട്ടികളെ കൈകൊടുത്ത് സ്വീകരിക്കാൻ കാത്തുനിന്നു. കുട്ടികളിൽ വായനാശീലം വളർത്താൻ ഗ്രന്ഥശാലകളും ബുദ്ധിവികാസത്തിന് ഗെയിമുകളുമെല്ലാം GMUP സ്കൂളിൽ സജ്ജമാക്കി. മാത്രമല്ല അക്ഷര പൂമഴയും ഒരുക്കി. പ്രവേശനോത്സവം നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. കളിക്കാൻ ടർഫും നഗരസഭ വാഗ്ദാനം നൽകി. ഭൗതിക സൗകര്യങ്ങൾ കുറവാണ്, പരിമിതമായ സ്ഥലമാണുള്ളത്. നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചതാണ്. പക്ഷെ ഇവിടെ ഉള്ള ആ സ്ഥലം വെച്ചുകൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആവശ്യപ്പെട്ടത് നമ്മുടെ അപ്പുറത്തെ കെട്ടിടത്തിലുള്ള ചെറിയ ഗ്രൗണ്ടിൽ ഒരു ചെറിയ ടർഫാണ്. തീർച്ചയായിട്ടും മണ്ണാർക്കാട് നഗരസഭ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുകൂടി ഈ പ്രവേശനോത്സവത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ നവാഗതരായ പുതിയ വിദ്യാർത്ഥികളെയും അധ്യയന വർഷം നമ്മുടെ സ്കൂളിന്റെ ഓരോ ഭാഗവും വൃത്തിയോടെ മോടി പിടിപ്പിച്ച് ശുചിത്വം കാത്തുസൂക്ഷിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ സന്ദേശം നൽകി. ഒരു 5-8 വർഷങ്ങളായി ഇവിടെ SSLC പരീക്ഷ എഴുതുന്ന
വിദ്യാലയങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളും 100% വിജയം കൈവരിച്ചു എന്നുള്ളത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വന്ന സമൂലമായ മാറ്റത്തിന്റെ മകുടോദാഹരണങ്ങളാണ്. എന്തായാലും പക്ഷേ അതിലൊക്കെ പറയാനുള്ളത് ഒരു SLC കഴിഞ്ഞാൽ നമ്മുടെ +1 നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്കയാണ്. നമ്മുടെ ഈ മലബാർ മേഖലയിൽ +1 ഉള്ള സീറ്റിന്റെ കുറവ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ MLAയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ. ഉച്ചവരെയായിരുന്നു 1ാം ക്ലാസ്സുകാർക്ക് പ്രവൃത്തി സമയം. കഥ പറഞ്ഞും കവിത ചൊല്ലിയും കളിച്ചും രസിച്ചും ഇനി പഠനം തുടരും. എന്നാൽ ഇത്തവണ 1ന്റെ കുറവുണ്ടായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്നു. കോരിച്ചൊരിയുന്ന മഴയിൽ പുത്തൻ യൂണിഫോം ധരിച്ചു വന്നിരുന്ന കാലം വേറെ വൈബായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. പിന്നെ നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു. അതുമല്ല ഇപ്പൊ അടുത്ത് വരെ ഞാൻ എന്റെ മക്കളൊക്കെ സ്കൂൾ കൊണ്ടുവരുന്ന സമയത്തൊക്കെ മഴയായിരുന്നു. ഇന്ന് മഴല്ല, ശരിക്കും സ്കൂൾ തുറക്കലും മഴയും നല്ലൊരു ബന്ധമുണ്ട്. പുതിയ യൂണിഫോം ഒക്കെ യൂണിഫോം ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ അതൊരു വൈകാരികത കൂടിയാണ്. മറ്റുള്ള വശങ്ങളല്ല, അത് വലിയൊരു വൈബും കൂടിയാണ്. അത് ഇന്ന് നമുക്ക് അത് കാണുന്നില്ല. എന്തായാലും അത് ചിലപ്പോൾ നല്ലൊരു ഭാഗമായിരിക്കും. എന്തായാലും മഴ നമ്മളെ ഒരു പ്രത്യേകമായൊരു വൈബാണ്, അതിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. വാർഡ് കൗൺസിലർ പുഷ്പൻ അക്ഷരദീപം കൊളുത്തി. PTA പ്രസിഡന്റ് ഷമീർ നമ്പിയത്ത് അധ്യക്ഷനായി. HM.C. നാരായണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കുരുവണ്ണ തുടങ്ങി വാർഡ് കൗൺസിലർമാർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. തിരുവിഴാംകുന്ന് CPIUP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിൽ നവാഗതരെ സ്വീകരിച്ചു. കുട്ടികൾക്ക് പായസ വിതരണവും ഉണ്ടായി. പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ TS ശ്രീവത്സൻ, മാനേജർ CP ഷിഹാബുദ്ദീൻ, ബിന്ദു P വർഗീസ്, റഹിയാനത്ത്, രോഹിത്, നിയാസ് ബാബു എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. CCN ചെത്തല്ലൂർ. അപൂർവങ്ങളിൽ അപൂർവം. ഒറ്റപ്രസവത്തിൽ പിറന്ന 4 കൺമണികൾ ക്ലാസ് മുറികളിലേക്ക്. ചളവറ കുന്നത്ത് മുഹമ്മദ് മുസ്തഫ, മുബീന ദമ്പതികളുടെ 4 ആൺമക്കളാണ് ഒരേ ദിവസം സ്കൂളിലും പോകാൻ തയ്യാറെടുക്കുന്നത്.
ഒറ്റപ്രസവത്തിൽ ഇരട്ടകൾ ജനിക്കുന്നത് ഇന്ന് അത്ര അസാധാരണമായ കാര്യമല്ല. എന്നാൽ 4 കുട്ടികൾ ഒരൊറ്റ പ്രസവത്തിൽ ജനിക്കുന്നത് അത്യപൂർവവും അസാധാരണവുമാണ്. ഇങ്ങനെ ചളവറ കുന്നത്ത് മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യ ദേശമംഗലം സ്വദേശിനി മുബീനയാണ് അപൂർവങ്ങളിൽ അപൂർവമായി 4 ആൺമക്കൾക്ക് ജന്മം നൽകിയത്. 2021 പ്രസവം നടന്നത്. ആദ്യ മാസങ്ങളിലെ പരിശോധനയിൽ തന്നെ 4 കുഞ്ഞുങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. തുടർന്നുള്ള ചികിത്സയിൽ 2021 ജനുവരി 16 ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത്. അയാൻ ആദം, അസാൻ ആദം, ഐസിൻ ആദം, അസ്വിൻ ആദം എന്നീ പേരുകളാണ് കുട്ടികൾക്ക് നൽകിയത്. ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായി കന്നിപ്രസവത്തിൽ ലഭിച്ച 4 ആൺകൺമണികൾ ക്ലാസ് മുറികളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇതിലുള്ള സന്തോഷത്തിലാണ് മാതാപിതാക്കൾ. 4 പേരും ഒന്നിച്ചു പോണതിന്റെ ഒരു സന്തോഷം. ക്രസന്റ് പബ്ലിക് സ്കൂൾ ചളവറ. കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനുള്ള ആഹ്ലാദത്തിലാണെന്ന് കുടുംബാംഗങ്ങളും പറഞ്ഞു. എന്താണ്, ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ഇങ്ങനെ 4 കുട്ടികളുണ്ടായാലും ഞങ്ങൾ ദൈവത്തിനോട് നല്ല കടപ്പാടുള്ളതാണ്. ആർക്കും ഇല്ലാത്ത സന്തോഷമല്ലേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. പിന്നെ അവർക്ക് വേണ്ടി ഇതുവരെ അവരെ കഷ്ടപ്പെടാൻ നല്ല ഇത് ദൈവം തന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് നല്ലൊരു സ്കൂൾ അംഗൻവാടി പോകുന്നുണ്ട്. അവര് സ്കൂൾ പോകാൻ അംഗൻവാടി പോയിരുന്നു. വീട്ടില് കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഇവരാണ് പാവങ്ങള്. ചളവറയിലെ ക്രസന്റ് പബ്ലിക് സ്കൂളാണ് 4 പേർക്കും പ്രവേശനം നൽകിയിരിക്കുന്നത്. 4 പേരിൽ 2 പേർക്ക് LKG മുതൽ 7ാം ക്ലാസ് വരെ പഠനം സൗജന്യമാണ്. CCN ചെറുപ്പുളശ്ശേരി. അധ്യയന വർഷം തുടങ്ങും മുൻപുള്ള സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക പരിശോധനയിൽ ഒറ്റപ്പാലം താലൂക്കിൽ സർവീസ് നടത്താൻ അനുമതി ലഭിച്ചത് 175 ബസ്സുകൾക്ക്. 39 ബസ്സുകളിൽ ന്യൂനത കണ്ടെത്തി തിരിച്ചയച്ചു. പാലപ്പുറം ചിനക്കത്തൂർക്കാവ് മൈതാനിയിലും ചെർപ്പുളശ്ശേരിയിലുമാണ് പരിശോധന നടന്നത്. ഇനിയും 60ഓളം ബസ്സുകൾ കൂടി പരിശോധനയ്ക്ക് എത്താനുണ്ടെന്നും ഇവർക്ക് നോട്ടീസ് നൽകുമെന്നും ഒറ്റപ്പാലം ജോയിന്റ് RTO KB രഘു അറിയിച്ചു. പാലപ്പുറം ചിനക്കത്തൂർക്കാവ് മൈതാനിയിലും ചെർപ്പുളശ്ശേരിയിലുമാണ് പരിശോധന നടന്നത്. ആകെ 214 ബസ്സുകളാണ് പരിശോധിച്ചത്. ടയറിന്റെ പ്രശ്നം, വൈപ്പർ ബ്ലേഡ് മാറ്റാത്തത്, GPS ടാഗിംഗ് ചെയ്യാത്തവ, ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കാത്തത്, എമർജൻസി സ്റ്റിക്കർ പതിക്കാത്തത് തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടെത്തിയാണ് 39 ബസ്സുകൾക്ക് ഫിറ്റ്നസ് അനുവദിക്കാതിരുന്നത്. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ച് ബസ്സുകൾ ഹാജരാക്കിയാൽ പരിശോധിച്ച് അനുമതി നൽകും. വാഹനത്തിന്റെ ടയർ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ നില, പെയിന്റ്, സീറ്റ് അറേഞ്ച്മെന്റ്, സ്പീഡ് ഗവർണർ, GPS, വിദ്യാവാഹന രജിസ്ട്രേഷൻ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അഗ്നിശമനോപകരണം, ഹെൽപ്പ് ലൈൻ നമ്പറുകളുടെ പ്രദർശനം, ഡ്രൈവറുടെ എക്സ്പീരിയൻസ്, ലൈസൻസ്, മറ്റു രേഖകൾ എന്നീ മാനദണ്ഡങ്ങളിലാണ് പരിശോധന നടന്നത്. CCN ഒറ്റപ്പാലം. എടത്തനാട്ടുകര കരുവാരക്കുണ്ട് പാതയിൽ വട്ടമലയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന മക്കൾക്കും പരിക്കേറ്റു. വെളിയഞ്ചേരി സ്വദേശികളായ 49 വയസ്സുള്ള മടത്തൊടി ബഷീർ, 15 വയസ്സുകാരി മകൾ റിയ എന്നിവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതര പരിക്കുപറ്റിയ ബഷീർ മരിച്ചു. മകൾ റിയ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. കാട് മൂടിക്കിടക്കുന്ന വീതി കുറവായ റോഡിലൂടെ ഇവർ സഞ്ചരിക്കുമ്പോൾ റോഡിന്റെ സൈഡിലുള്ള കല്ല് തട്ടി സ്കൂട്ടി താഴേക്ക് മറിയുകയാണ് ഉണ്ടായത്. എടത്തനാട്ടുകരയിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് ഏറ്റവും വേഗത്തിലെത്താൻ കഴിയുന്ന ഒരു റോഡാണ് പൊൻപാറ വട്ടമല കരുവാരക്കുണ്ട് റോഡ്. ഓരോ വർഷവും ഇവിടെ അപകടം പതിവാണ്. ബസ്, ഓട്ടോ, പിക്കപ്പ് അടക്കമുള്ള അപകടങ്ങളിൽ ഇതുവരെ ഇവിടെ മാത്രം 4 പേരാണ് മരിച്ചത്. CCN ചെത്തല്ലൂർ. ഗുപ്തൻ വനിതാ സേവന സമാജം ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ കേന്ദ്രീകരിച്ച് അനുമോദന സദസ് നടത്തി. വാർഡ് മെമ്പർ ലീലാരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് സിന്ധു ശശികുമാർ അധ്യക്ഷത വഹിച്ചു. SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. GSS സംസ്ഥാന സെക്രട്ടറി പ്രദീപ് കല്ലിത്തോടി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി രജിത് കൃഷ്ണ, സംസ്ഥാന സമിതി അംഗം അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗുപ്തൻ വനിതാ സേവന സമാജം പ്രവർത്തകരായ സംസ്ഥാന രക്ഷാധികാരി വിജയലക്ഷ്മി, മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് രത്നം, തച്ചനാട്ടുകര മേഖലാ പ്രസിഡന്റ് കമലാവതി, ഗീത, GSS
ശ്രീകൃഷ്ണപുരം മേഖലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കറുത്താത്ത്, ഗ്രാമ സത്സേവന ട്രസ്റ്റ് ചെയർമാൻ NV മുരളീധരൻ എന്നിവരും പൂഴിയപ്പറമ്പ് ക്ഷേത്രസമിതി പ്രസിഡന്റ് രാമകൃഷ്ണൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ചേരുംകോട് യൂണിറ്റ് പ്രസിഡന്റ് അനിത സ്വാഗതവും മണ്ണമ്പറ്റ യൂണിറ്റ് പ്രസിഡന്റ് ജയശ്രീ നന്ദിയും പറഞ്ഞു. പോലീസ് ഓഫീസർ പ്രശാന്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വരികൾക്കിടയിൽ എഴുതിയിട്ടത് കൂടെ വായിക്കേണ്ടതുണ്ട്. അത് ദൃശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. നേരത്തെ നമ്മുടെ ലഹരിയുടെ വിഷയത്തിലൂടെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ സെൽഫ് മോട്ടിവേഷൻ, ആ സെൽഫ് മോട്ടിവേഷനാണ് നിങ്ങൾ ഓരോരുത്തർക്കും ആവശ്യം. അങ്ങനെ ആ വരികൾക്കിടയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നാളെ ഇന്നിവിടെ ആദരിക്കപ്പെട്ട പോലെ ഇന്ന് നിങ്ങളിവിടെ അനുമോദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നാളെ നിങ്ങൾ ഇന്ന് നേടിയതിനാണ് നിങ്ങൾ അനുമോദിക്കപ്പെട്ടതെങ്കിൽ നാളെ നിങ്ങൾ സമൂഹത്തിന് സംഭാവന നൽകിയതിനാണ് ആദരിക്കപ്പെടേണ്ടത്. അതിന് നിങ്ങൾ വരികൾക്കിടയിൽ കൂടെ വായിക്കണം. റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സമുദായത്തിലെ കഥകളി കലാകാരൻ മണികണ്ഠനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സമുദായത്തിലെ മുതിർന്ന വനിതകളെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് അലനല്ലൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. പാലക്കാഴി ചേലക്കോടൻ മുഹമ്മദ് അലിയുടെ മകൻ ആദിലാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. അലനല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലേക്ക് വിജയിച്ച വിദ്യാർത്ഥിയാണ് ആദിൽ. ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം. വീട്ടിൽ സഹോദരങ്ങളുമായുള്ള വഴക്കു കാരണം അമ്മ ശാസിച്ചതിലുള്ള മനോവിഷമമാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. വീട്ടുകാർ ബന്ധുവീട്ടിൽ വിരുന്നുപോയ സമയത്താണ് മരണം സംഭവിച്ചത്. നാട്ടുകൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CCN ചത്തല്ലൂർ. കരിമ്പുഴയിൽ LSS USS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 17 കുട്ടികളെ ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു. പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. എന്താ ചെയ്യാ, നമ്മളെ മതിലിച്ചാണ് ഗേറ്റിച്ചാണ് അല്ലേ? അതാണ് പ്രകൃതി, അത് പ്രകൃതിയാണ്. സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് മതിൽ ചാടുന്നത് ഗേറ്റ് ചാടുന്നത് പ്രകൃതിയാണ്. പക്ഷെ ആ പൂട്ട് തല്ലി പൊളിച്ച് അകത്തേക്ക് കയറുന്നതാണ് വികൃതി എന്ന് പറയുന്നത്. അപ്പോ പ്രകൃതിയായി വികൃതിയുമായി ഇനിയാണ് സംസ്കൃതി. നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും നല്ല കുട്ടികളാണെങ്കിൽ ടീച്ചർ വരുന്നത് വരെ കാത്തിരുന്ന് ടീച്ചർ വന്ന് ഗേറ്റ് തുറന്നാൽ എല്ലാവരും അകത്തേക്ക് പോകുന്നതിനെ ആണ് സംസ്കൃതി എന്ന് പറയുന്നത്. അപ്പോ പ്രകൃതിയിലൂടെ വികൃതിയിലൂടെ സംസ്കൃതിയിലൂടെയാണ് പല ഘട്ടങ്ങളിൽ, ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന പിന്തുണയും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചതുമാണ് വിജയത്തിന് തുണയായത് എന്ന് പ്രസിഡന്റ് പറഞ്ഞു. N സാജിറ അധ്യക്ഷയായി. KK ഷൌക്കത്ത്, K അനസ്, ഉമ്മർ കുന്നത്ത്, സമീറ സലീം, EP ബഷീർ, C വിജിത, R പ്രഭാവതി, ഫസീല നൌഷാദ്, നിഷാരാമൻ, രുക്മിണി, രജിത മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൻ യൂണിഫോം ധരിച്ച് സ്കൂളിലെത്തിയ കുട്ടികളെ കാത്ത് ഇത്തവണ മഴയെത്തിയില്ല. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ലഹരി തടയുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠന വിഷയമാക്കുമെന്ന് സർക്കാർ. അപൂർവങ്ങളിൽ അപൂർവം ഒറ്റപ്രസവത്തിൽ പിറന്ന 4 കൺമണികൾ ക്ലാസ് മുറികളിലേക്ക്. ചളവറ കുന്നത്ത് മുഹമ്മദ് മുസ്തഫ മുബീന ദമ്പതികളുടെ 4 ആൺമക്കളാണ് ഒരേ ദിവസം സ്കൂളിലും പോകാൻ തയ്യാറെടുക്കുന്നത്. അധ്യയന വർഷം തുടങ്ങും മുൻപുള്ള സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക പരിശോധനയിൽ ഒറ്റപ്പാലം താലൂക്കിൽ സർവീസ് നടത്താൻ അനുമതി ലഭിച്ചത് 175 ബസ്സുകൾക്ക്. 39 ബസ്സുകളിൽ ന്യൂനത കണ്ടെത്തി തിരിച്ചയച്ചു. പാലപ്പുറം ചിനക്കത്തൂർക്കാവ് മൈതാനിയിലും ചെറുപ്പുളശ്ശേരിയിലുമാണ് പരിശോധന നടത്തിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.